സിപിഎമ്മിൽ അച്ചടക്ക നടപടി നേരിട്ട പി.കെ. ശശി യു.ഡി.എഫ് ഭരിക്കുന്ന കരിമ്പുഴ പഞ്ചായത്തിലെ സ്നേഹമധുരം പരിപാടിയുടെ ഉദ്ഘാടകനായി. വ്യത്യസ്ത നിലപാട് പുലർത്തുന്നവരോട് കുടിപ്പകയില്ലെന്നും നിലപാടുകൾ പറയാൻ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ലെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി.കെ. ശശി പറഞ്ഞു. ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പി.കെ. ശശി യു.ഡി.എഫ് നേതാക്കൾക്കൊപ്പം വേദി പങ്കിട്ടത് സിപിഎമ്മിൽ ചർച്ചയായിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് അധ്യാപകർ പോലും ധിക്കാരി എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് പി.കെ. ശശി പറഞ്ഞു. അതേസമയം നിലപാടുകളോട് യോജിക്കാത്തവരോട് ഇതുവരെ കുടിപ്പക വെച്ചു പുലർത്തിയിട്ടില്ല. തന്നോട് രാഷ്ട്രീയമായി വിരുദ്ധ നിലപാട് കാണിച്ചവരോട് പോലും ശത്രുത കാണിച്ചിട്ടില്ലെന്നും KTDC ചെയർമാൻ കൂടിയായ പി.കെ. ശശി പറഞ്ഞു. കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കളും അദ്ദേഹത്തോടൊപ്പം വേദിയിലുണ്ടായിരുന്നു. നല്ല കാര്യം ആരെങ്കിലും ചെയ്താൽ അയാൾ വലിയ ആളാകേണ്ടതില്ലെന്നും ഒന്ന് കുത്തിക്കളയാമെന്നും തോന്നുന്ന മനസ്സുള്ളവർ രൂപപ്പെട്ടു വരുന്ന കാലമാണിതെന്നും പി.കെ. ശശി പ്രഭാഷണത്തിനിടെ സൂചിപ്പിച്ചു. ആളുകളെ പ്രശംസിക്കുമ്പോൾ അവരേത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു, അവരേത് സാമൂഹ്യ വിഭാഗത്തിൽ വരുന്നയാളാണ്, അവരുടെ കക്ഷി ഏതാണ്, രാഷ്ട്രീയം ഏതാണ് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ലാതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ കഴിവുള്ളവന്റെ കഴിവ് അംഗീകരിച്ച് അതുപോലെ തന്നെ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ല കാര്യങ്ങളായി അംഗീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ പലപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, ഞാൻ എല്ലാ കാലത്തും സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഏത് കാര്യത്തെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായ നിലപാട്. എല്ലാ കാലത്തും എനിക്കൊരു നിലപാട്. എന്റെ നിലപാടുകൾ സുവ്യക്തവുമാണ്. ഏത് പ്രശ്നമാവട്ടെ, ആ നിലപാടുകൾ പരസ്യപ്പെടുത്താനും ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാനും നാളിതുവരെ ഒരു ഭയവും എനിക്കുണ്ടായിട്ടില്ല. ഇത് കുഞ്ഞുനാൾ മുതൽ പഠിച്ചിട്ടുള്ള ഒരു സ്വഭാവം. സിപിഎമ്മിൽ തരം താഴ്ത്തൽ നടപടിക്ക് വിധേയനായ ശേഷം പി.കെ. ശശി പുതുവർഷ ദിനത്തിലിട്ട FB പോസ്റ്റ് വിവാദമായിരുന്നു. ഇതിനുശേഷമാണ് പി.കെ. ശശി യു.ഡി.എഫ് നേതാക്കൾ പങ്കെടുത്ത വേദി പങ്കിട്ടിരിക്കുന്നത്. സിപിഎം ജില്ലാ സമ്മേളനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പി.കെ. ശശി കോൺഗ്രസ്, മുസ്ലിം ലീഗ് നേതാക്കൾക്കൊപ്പം വേദിയിലെത്തിയത് സിപിഎമ്മിൽ ചർച്ചയായിട്ടുണ്ട്. പാർട്ടി തരം താഴ്ത്തിയിട്ടും അദ്ദേഹം KTDC ചെയർമാനായി തുടരുന്നതിൽ ജില്ലാ നേതൃത്വത്തിന് എതിർപ്പുണ്ട്. KTDC ചെയർമാൻ സ്ഥാനത്തു നിന്നുകൂടി ഒഴിവാക്കപ്പെടുകയാണെങ്കിൽ പി.കെ. ശശി CPM വിട്ടേക്കുമെന്ന തരത്തിലുള്ള ചർച്ചയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. പ്രസംഗത്തിനിടെ ആരെയോ കുത്തി സംസാരിക്കുന്നതായി തോന്നിയല്ലോ എന്ന പിന്നീടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് തന്റെ പ്രതികരണങ്ങൾ ആരെയെങ്കിലും ഉദ്ദേശിച്ചാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അതിനുത്തരവാദിയല്ലെന്നായിരുന്നു പി.കെ. ശശിയുടെ പ്രതികരണം. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സേവനത്തിന് വരുന്നവർക്ക് ചായ, ഐസ്ക്രീം, പായസം എന്നിവ നൽകുന്ന പദ്ധതിയാണ് സ്നേഹമധുരം. കോൺഗ്രസുകാരനായ പഞ്ചായത്ത് പ്രസിഡന്റ് KA ഹനീഫയുടെ സ്വന്തം ഓണറേറിയത്തിൽ നിന്നാണ് ആഴ്ചയിൽ 4 ദിവസം ഇഞ്ചി, നാരങ്ങ, പൈനാപ്പിൾ, ഗ്രീൻ ചായ തുടങ്ങിയ രുചികളും ബാക്കി 2 ദിവസം പായസം, ഐസ്ക്രീം എന്നിവയും നൽകുക. പഞ്ചായത്തിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു. പ്രസിഡന്റ് KA ഹനീഫ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N സാജിറ, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PA തങ്ങൾ, KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KK ഷൗക്കത്ത് അലി തുടങ്ങിയവരും വേദിയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.